എലികളെ പൂജിക്കുന്ന ക്ഷേത്രം. രാജസ്ഥാനിലെ ബിക്കാനീറിലെ ദേശ്നോക്കിലുള്ള നാരി മാത എന്നറിയപ്പെടുന്ന കർണി മാതാ ക്ഷേത്രം. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം നടന്ന് ഒരു മാസം തികയുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണിമാതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജസ്ഥാൻ പാകിസ്ഥാനുമായി 1050 കിലോമീറ്റർ അതിർത്തിയാണ് പങ്കിടുന്നത്. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് ബിക്കാനീർ സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാന്റെ അതിർത്തി ജില്ലകളിൽ ഒന്നുകൂടിയാണിത്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയരികിലെ എല്ലാ കടകൾക്കും ഹോട്ടലുകൾക്കും സ്ഥാപനങ്ങൾക്കും പേര് കർണി എന്നതാണ് മറ്റൊരു അത്ഭുത കാഴ്ച. ദുർഗാദേവിയുടെ ഭക്തരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് കർണിമാതാ ക്ഷേത്രം. ഐതിഹ്യമനുസരിച്ച് 1387-ൽ ഒരു ചരൺ കുടുംബത്തിലാണ് കർണിമാത ജനിക്കുന്നത്. കുട്ടിക്കാലത്ത് അവർക്ക് റിക് ഭായ് എന്ന പേരും ഉണ്ടായിരുന്നു. സാധിക ഗ്രാമത്തിൽ നിന്നുള്ള ദേബാജി ചരണിനെ അവർ വിവാഹം കഴിച്ചുവെങ്കിലും ലൗകിക ജീവിതത്തിൽ നിരാശയായി. തുടർന്ന് തന്റെ ഇളയ സഹോദരി ഗുലാബിനെ ഭർത്താവിന് വിവാഹം കഴിച്ചു നൽകി. ശേഷം കർണിമാത ആത്മീയ കാര്യങ്ങളിൽ മുഴുകി. ക്ഷേത്രവുമായും അവിടെ കാണുന്ന എലികളുമായി ബന്ധപ്പെട്ട് പല കഥകളുമുണ്ട്. കർണിമാതയുടെ മകൻ ലക്ഷ്മണൻ കബൽ സരോവറിൽ കാലുവഴുതി വീണു മരിച്ചു. മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കർണിമാതാവ് യമദേവനോട് ആവശ്യപ്പെട്ടപ്പോൾ ലക്ഷ്മണന് എലിയുടെ രൂപത്തിൽ ജീവൻ നൽകി. അന്നു മുതൽ ഈ എലികൾ മാതൃദേവതയുടെ കൊട്ടാരത്തിൽ വിഹരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കർണിമാത ഒരു ഗുഹയിൽ താമസിച്ച് തന്റെ ഇഷ്ടദേവതയെ ആരാധിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഗുഹ ഇപ്പോഴും ക്ഷേത്ര പരിസരത്തുണ്ട്. നാട്ടുകാരോട് കർണിമാത വളരെയധികം പ്രതിബദ്ധതയുള്ള ആളായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ 151-ാം വയസ്സിൽ അവർ പെട്ടെന്ന് അപ്രത്യക്ഷയായി. കർണിമാതയുടെ ആഗ്രഹപ്രകാരം അവയുടെ പ്രതിമ അതേ ഗുഹയിൽ സ്ഥാപിച്ചു. 20-ാം നൂറ്റാണ്ടിൽ ബിക്കാനീറിലെ മഹാരാജ ഗംഗാ സിംഗ് പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. 1999-ൽ ഹൈദരാബാദിലെ കുന്ദൻ ലാൽ വർമ്മ ഈ ക്ഷേത്രം വിപുലീകരിച്ചു. ക്ഷേത്രത്തിലെ എലികളെ പവിത്രമായി കണക്കാക്കുന്നു. ഇവയെ ദേവിയെ പോലെ ദിവ്യമായി പ്രദേശവാസികൾ കരുതുന്നു. ദേവിയുടെ കുടുംബാംഗങ്ങളാണ് എലി എന്നാണ് വിശ്വസിക്കുന്നത്. എലികളെ പൂജിക്കാനും ഭക്ഷണം നൽകാനുമായി ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുന്നു. വെളുത്ത നിറമുള്ള എലിയെ കാണുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ എലിയെ കാണാൻ ഭാഗ്യം ലഭിച്ചവരെ ദൈവം അനുഗ്രഹിക്കുമെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രസാദം കഴിക്കുന്ന ഭക്തർ എലി മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇത് മാത്രമല്ല, ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് എലികൾ ഉണ്ടായിട്ടും ഒരിക്കലും ഈ ക്ഷേത്രത്തിൽ നിന്നൊരു ദുർഗന്ധമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ ക്ഷേത്രത്തിൽ അബദ്ധത്തിൽ പോലും എലിയെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നത് ഗുരുതരമായ പാപമായി കണക്കാക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് പ്രായശ്ചിത്തമായി ചത്ത എലിക്ക് പകരം സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു എലിയെ നൽകേണ്ടി വരും. എലികൾ പുനർജന്മം നേടിയ പൂർവികരാണെന്നും ഭക്തർ വിശ്വസിക്കുന്നുണ്ട്. ക്ഷേത്രം നിലവിൽ വന്നപ്പോൾ മുതൽ ഇവിടെ എലികൾ ഉണ്ട് എന്ന് കർണിമാതാ ക്ഷേത്ര ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് സീതാധൻ വരദ് ന്യൂസ് 18 പറഞ്ഞു. രോഗബാധിതരായ ആരെങ്കിലും ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയാൽ അവർക്ക് എലികൾ തട്ടിയ വെള്ളം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർബിളിൽ തീർത്ത സങ്കീർണമായ കൊത്തുപണികളും വെള്ളിയിൽ നിർമ്മിച്ച വാതിലുകളും പരമ്പരാഗത രാജസ്ഥാനി വാസ്തുവിദ്യ വിളിച്ചോതുന്നു. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്തിനോട് വളരെ അടുത്താണ് കർണിമാതാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ദേശ്നോക്ക് പട്ടണത്തിനോ ബിക്കാനീറിനോ ഇതുവരെയും ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല എന്നും ഭക്തർ വിശ്വസിക്കുന്നു. രാവിലെ 5 മണിക്ക് തുറക്കുന്ന ക്ഷേത്രം രാത്രി 10 മണി വരെ തുറന്നിരിക്കും. നരേന്ദ്രമോദിക്ക് മുമ്പ് ഒരു പ്രധാനമന്ത്രിയും കർണിമാതാ ക്ഷേത്രം സന്ദർശിച്ചിട്ടില്ല എന്ന് സീതാധൻ വരദ് ന്യൂസ് 18 പറഞ്ഞു. ബിക്കാനീർ നഗരത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നരേന്ദ്രമോദി മുൻപും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് തങ്ങൾക്ക് ഏറെ അഭിമാനകരമായ നിമിഷമാണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ പരാമർശിച്ച് വരദ് പറഞ്ഞു.